CPM ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതിന് ഓരോയിടത്ത് ഓരോ കാരണങ്ങളാണ് ഉള്ളത്. എങ്കിലും എല്ലായിടത്തും പൊതുവായി CPMനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയും ആദർശം പോലും പണയം വെച്ച് ആടിനെ പട്ടിയാക്കുന്ന പ്രവർത്തനവുമാണ്. CPMന് ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന വടകര മേഖലയിൽ അല്ലെങ്കിൽ കടത്തനാടൻ മണ്ണിൽ അവരെ തകർത്തെറിഞ്ഞതും കള്ളപ്രചരണങ്ങളും അക്രമവും തന്നെയാണ്. ഒരു കാലത്ത് തിരുവായ്ക്കെതിർവായില്ലാതിരുന്ന വടകര മേഖലയിൽ ഇതേ രീതിയിൽ പോയാൽ CPMൻ്റെ പൊടി പോലും ഉണ്ടാകില്ല, അധിക ദൂരമില്ല. അതിന് പറഞ്ഞു വരുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് തന്നെയാണ്. CPMൻ്റെ ഭരണകാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി കളിച്ച 100-ാം കീട വർഗീയ കാർഡിൽ അന്ന് തന്നെ തോറ്റു തുന്നമ്പാടിയെങ്കിലും നിയമത്തിൻ്റെ മുന്നിലും കുറ്റവാളികളെ അണിനിരത്താൻ കോൺഗ്രസ് സർക്കാരിന് സാധ്യമായതോടെ നിന്ന് വിറക്കുകയാണ് വടകരയിലെ CPM കേന്ദ്രങ്ങൾ. അറസ്റ്റിലായത് DYFI നേതാവാണെങ്കിലും കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ CPMലെ ഉന്നതരാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. പ്രചരിപ്പിച്ചവരെ മാത്രമല്ല പിന്നിൽ പ്രവർത്തിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആഭ്യന്തരമന്ത്രി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേപടി അനുസരിച്ച് വരികയാണ്. കേസിൽ അറസ്റ്റിലായ DYFI നേതാവ് ജിതിൻ ഭാസ്കർ നേരിട്ട് 200 പേർക്ക് ആ സ്ക്രീൻഷോട്ട് പങ്കുവച്ചു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. മുൻ MLA ആയ KK ലതികയിലേക്കും അന്വേഷണവും അറസ്റ്റും ഇനി അധിക നാളെടുക്കില്ല എന്നും ഉറപ്പായി കഴിഞ്ഞു. അതുപ്രകാരം വ്യാജ സ്ക്രീൻഷോട്ട് പങ്കുവച്ച പ്രമുഖരെയും പ്രതി ചേർക്കാനാണ് ഇപ്പോൾ SIT നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇത് തൽക്കാലം CPMന് തലയുയർത്താൻ കഴിയാത്ത രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വടകര മേഖലയിൽ. പല അന്തസ്സുള്ള പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഈ വർഗീയ വിഷം ചീറ്റുന്ന പ്രവർത്തനത്തെ തള്ളിപ്പറഞ്ഞ് പാർട്ടി പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുകയാണ് വടകര മേഖലയിൽ. ഈ പാർട്ടി ചില ബിസിനസ്സുകാരുടെയും അക്രമികളുടെയും മാത്രമായി മാറുകയാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ കോഴിക്കോട് ജില്ലയിലുള്ള 5 നിയമസഭാ സീറ്റിലും ഇത്തവണ UDF ആണ് വിജയിച്ചത്. അതിനർത്ഥം അവർക്ക് CPMനെ മടുത്തു എന്നുള്ളതാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്തെ CPMൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജയിക്കാനായി CPM ആസൂത്രണം ചെയ്ത വർഗീയ ബോംബായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. നിർമ്മിച്ചതിന് പിന്നിൽ CPMലെയും പിണറായി സർക്കാരിലെയും ഉന്നതർക്ക് തന്നെ പങ്കുണ്ട് എന്ന് വ്യക്തമാകുന്നു. എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ആഭ്യന്തര വകുപ്പ് എത്തിയതോടെ CPM ക്യാമ്പുകളിൽ ഉറക്കമില്ലാതെയായി. DYFI CPM നേതാക്കൾ തന്നെ പ്രതിയാകുകയും അതിൽ DYFI നേതാവ് അറസ്റ്റിലാവുകയും ചെയ്തതോടെ ഇതുവരെ പറഞ്ഞ കള്ളങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അന്ന് UDFനെതിരെ പ്രചരണം നടത്തിയവർ ഇന്ന് മാപ്പു പറയാൻ നടക്കുന്നു എന്ന ഗതികേടിലെത്തിയിരിക്കുകയാണ് CPM. അത് CPM ഉരുക്കുകോട്ടയിലെ അവസാനത്തെ ആണിയടിക്കലാണ്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പടിയിറക്കത്തിൻ്റെ ലക്ഷണമാണ്. പൂർണ്ണമായും വർഗീയത ഇളക്കിവിടാനുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമം നടത്തിയവർ ആരായാലും അവരെ അടിച്ചൊടുക്കുമെന്ന് 2024 തന്നെ തീരുമാനമെടുത്ത വടകരക്കാർ അതിലെ യഥാർത്ഥ പ്രതികളെ ഇപ്പോൾ പിടിച്ചതോടെ CPMനെ തന്നെ മൊഴി ചൊല്ലുകയാണ്. ഏതായാലും വർഗീയ പ്രചരണം വഴി വിജയം നേടാമെന്നും അതിനായി വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാമെന്നും കരുതിയ വിഡ്ഢികൾ സ്വയം കുഴിയിൽ പതിക്കുകയാണ്.